ചട്ടഞ്ചാലിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തീപിടുത്തം. പ്ലാസ്റ്റിക് തരംതിരിക്കുന്ന ഫാക്ടറിയിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ അഗ്നിബാധയുണ്ടായത്. ഇതിലൂടെ കടന്നുപോകുന്ന ഗെയിൽ പൈപ്പ് ലൈനിലേക്ക് തീ പടരാത്തത് വലിയ ആശ്വാസമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് കരുതുന്നത്. ഈ സമയം തൊഴിലാളികൾ ആരും തന്നെ ഇവിടെയുണ്ടായിരുന്നില്ല. പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തി നശിച്ചതിനെ തുടർന്ന് കനത്ത രീതിയിലുള്ള തീയും കറുത്ത പുകയും ഉയർന്നത് പ്രദേശത്തെ ഏറെ നേരം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ട തൊഴിലാളികൾ തന്നെയാണ് വിവരം ഉടൻ തന്നെ കാസർകോട്ടെ അഗ്നിരക്ഷാസേനയെ അറിയിച്ചത്. പിന്നാലെ തന്നെ ഇവിടെ നിന്നും സ്ഥലത്തെത്തിയ സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനവും ആരംഭിച്ചു. എന്നാൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ ഫയർ എഞ്ചിനുകളുടെ സഹായം ആവശ്യമായി വന്നതിനെ തുടർന്ന് കുറ്റിക്കോൽ, കാഞ്ഞങ്ങാട് എന്നീ നിലയങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകളെയും വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഈ 3 നിലയങ്ങളിലെയും സേനാംഗങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ രാവിലെ 7 മണിയോടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. സേനാംഗങ്ങളുടെ സംയോജിതവും അതിവേഗത്തിലുള്ളതുമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഫലമായി തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാനും അതുമൂലമുണ്ടാകുമായിരുന്ന ദുരന്തം ഒഴിവാക്കാനും കഴിഞ്ഞു. ഫാക്ടറിക്കകത്തുകൂടിയാണ് ഗെയിലിൻ്റെ വാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. ഇത് വലിയ തോതിലുള്ള ഭീതിക്ക് ഇടയാക്കിയിരുന്നു. ഏതാണ്ട് 2 മീറ്ററോളം ആഴത്തിലാണ് പൈപ്പ് ലൈൻ ഉള്ളത്. തീ പൂർണ്ണമായും അണച്ച ശേഷം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഇതിലേക്ക് തീ ബാധിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കി. ഇതോടെയാണ് ആധിയും ആശങ്കയും ആശ്വാസത്തിലേക്ക് വഴിമാറിയത്. തീപിടുത്തത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉദുമ.